ഹലോ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ്. ഫൈനാൻഷ്യൽ മാനേജ്മെന്റ് ഫംഗ്ഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഒരു ടോപ്പിക്കാണിത്. ഇറ്റ്സ് എ റിലേറ്റീവ്ലി സിമ്പിൾ ടോപ്പിക്. തിയററ്റിക്കലി മാത്രമായിരിക്കും നിങ്ങൾക്ക് ഇന്ന് ടെസ്റ്റ് ചെയ്യുന്നത്. ഇൻ കേസ് ഇനി സെക്ഷൻ സിയിലുള്ള ഏതെങ്കിലും ഒരു സെക്ഷൻ സി ക്വസ്റ്റ്യനിൽ ജസ്റ്റ് ഒരു ബേസിക് തിയറി ആയിട്ട് ഡയറക്റ്റ് തിയറി ആയിട്ടൊക്കെ ഇതിൽ നിന്നുള്ള ചോദ്യങ്ങൾ ചോദിക്കും. അപ്പൊ ഇതിന്റെ ഒരു ബേസിക് നോളജ് നിങ്ങൾ ഉണ്ടാവണം. എന്താണ് ഈ ഒരു ടോപ്പിക്കിൽ പറയുന്നതിനെ കുറിച്ചുള്ള ഒരു ബേസിക് നോളജ് നിങ്ങൾ ഉണ്ടാക്കിയാൽ മതി. അപ്പൊ ഇതിൽ ഫസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഓർഗനൈസേഷനിലുള്ള ഏജൻസി തിയറിനെ കുറിച്ചാണ്. എന്താണ് ഏജൻസി തിയറി? ഏജൻസി തിയറി എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഓർഗനൈസേഷനിൽ ഏജൻസി തിയറി looks at duties and conflict between parties in an agency relationship. അപ്പൊ ആദ്യം നമുക്ക് ഏജൻസി റിലേഷൻഷിപ്പ് എന്താണെന്ന് അറിയണം. ഏജൻസി റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എ പ്രിൻസിപ്പൽ ആൻഡ് എൻ ഏജന്റ്. പ്രിൻസിപ്പൽ എന്ന് പറയുന്ന ആളാണ് ഈ ഏജൻസി റിലേഷൻഷിപ്പിൽ ഒരു ആവശ്യമുള്ളത്. അയാളുടെ ആവശ്യം അല്ലെങ്കിൽ ഈ പ്രിൻസിപ്പൽ അയാളുടെ ആവശ്യം എന്താണോ അത് നിറവേറാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അത് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോയിന്റ് ചെയ്തിട്ടുള്ള ആളുകളെയാണ് ഏജന്റ് എന്ന് പറയുന്നത്. ഓർഗനൈസേഷനിൽ ഇങ്ങനത്തെ ഏജൻസി റിലേഷൻഷിപ്പ് നമുക്ക് ഒരുപാട് കാണാൻ പറ്റും. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏജൻസി റിലേഷൻഷിപ്പ് ആണ് ബിറ്റ്വീൻ ദ ഓണേഴ്സ് ആൻഡ് ഡയറക്ടേഴ്സ് ഓഫ് എ കമ്പനി. ജസ്റ്റ് പറയുകയാണെങ്കിൽ ഒരു കമ്പനിയുടെ ഓണേഴ്സ് ആരാണ്? ഷെയർ ഹോൾഡേഴ്സ് ആണ് ഒരു കമ്പനിയുടെ ഓണേഴ്സ്. ആ ഷെയർ ഹോൾഡേഴ്സ് ആണോ ബിസിനസ് നടത്തുന്നത്? ബിസിനസ്സിനുള്ളിലുള്ള ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്യുന്നതും അതിലേക്കുള്ള സ്ട്രാറ്റജി ഉണ്ടാക്കുന്നതും ആ ബിസിനസ് മാനേജ് ചെയ്ത് കൊണ്ടെടുക്കുന്നതൊക്കെ ഓണേഴ്സ് ആണോ? ഈ ഷെയർ ഹോൾഡേഴ്സ് ആണോ? അല്ല. ഈ ഷെയർ ഹോൾഡേഴ്സ് ബിസിനസ്സിൽ ഒരു ഇൻവോൾവ്മെന്റും ഇല്ല. സെപ്പറേഷൻ ഓഫ് ഓണർഷിപ്പ് ഫ്രം ദ ബിസിനസ് എന്നാണ് ഇതിന് പറയാ. ഒരു ബിസിനസ് എന്താണോ ആ ബിസിനസ് നടത്തി കൊണ്ടുപോകുന്നത് ആ ബിസിനസിന്റെ ഓണേഴ്സ് അല്ല. ഓണേഴ്സ് സെപ്പറേറ്റഡ് ആകണം. ബിസിനസ്സിൽ നിന്നും ഓണേഴ്സ് സെപ്പറേറ്റഡ് ആകണം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ബേസ് ചെയ്തിട്ടാണ് ഇത് വരുന്നത്. ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയുന്നത് ബിസിനസ്സിന് ഓണേഴ്സ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പാണ്. അവര് അപ്പോയിന്റ് ചെയ്തിട്ടുള്ള ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഉണ്ട്. ആ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണ് ഇവരുടെ ബിഹാഫിൽ, ഈ ഓണേഴ്സിന്റെ ബിഹാഫിൽ കമ്പനി നടത്തുന്നത് ഈ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണ്. ഈ ഷെയർ ഹോൾഡേഴ്സും ബോർഡ് ഓഫ് ഡയറക്ടേഴ്സും തമ്മിൽ ഒരു റിലേഷൻഷിപ്പ് ഉണ്ട്. അതാണ് ഏജൻസി റിലേഷൻഷിപ്പ്. ഷെയർ ഹോൾഡേഴ്സ് ആണ് പ്രിൻസിപ്പൽ ആൻഡ് ഡയറക്ടേഴ്സ് ആണ് ഏജന്റ്. അപ്പൊ ഒരു കമ്പനിയിലുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏജൻസി റിലേഷൻഷിപ്പ് ആണ് ഷെയർ ഹോൾഡേഴ്സും ഡയറക്ടേഴ്സും തമ്മിലുള്ളത്. ഇതൊരു പ്രൈമറി ആയിട്ടുള്ള ഒരു ഏജൻസി റിലേഷൻഷിപ്പ് ആണ്. പിന്നെ കമ്പനിയുടെ ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഡയറക്ടേഴ്സ് ആണ് ഏറ്റവും ടോപ്പിലുള്ളത്. അതിന്റെ താഴെ ഒരുപാട് എംപ്ലോയീസ്, മാനേജേഴ്സ്, അങ്ങനെ ജൂനിയർ ലെവലിലുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. ഈ ഡയറക്ടേഴ്സ് ഒരുപാട് തീരുമാനങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അതൊക്കെ ബിസിനസ്സിൽ ഇംപ്ലിമെന്റ് ചെയ്യുന്നത് ഈ എംപ്ലോയീസും ഈ മാനേജേഴ്സ് ഒക്കെയാണ്. അപ്പൊ അവര് തമ്മിൽ ഒരു ചെറിയ ഏജൻസി റിലേഷൻഷിപ്പ് ഉണ്ട്. പിന്നെ നമ്മുടെ കമ്പനിയിലേക്ക് പൈസ ഡെപ്റ്റായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. നമുക്ക് ലോൺ തരുന്ന ബാങ്ക്, അങ്ങനത്തെ ആൾക്കാർ, അവര് എക്സ്റ്റേണൽ പാർട്ടീസാണ്. അവരും കമ്പനിയും തമ്മിലുള്ള ഒരു കുറെ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ നമ്മുടെ ബിസിനസ് ഒരു ലോൺ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ലോൺ എടുത്തു കഴിഞ്ഞാൽ ആ ലോൺ എടുത്ത എമൗണ്ട് പ്രോപ്പറായിട്ട് യൂസ് ചെയ്ത് റിട്ടേൺസ് ഉണ്ടാക്കി അവർക്ക് കൊടുക്കേണ്ട ഫിക്സഡ് റിട്ടേൺ ഒക്കെ പ്രോപ്പറായിട്ട് കൊടുക്കണം എന്ന് പറയുന്ന റെസ്പോൺസിബിലിറ്റി കമ്പനിക്കുണ്ട്. അപ്പൊ അവിടെയും നമുക്കൊരു ഏജൻസി റിലേഷൻഷിപ്പ് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഏജൻസി റിലേഷൻഷിപ്പ് എന്താണെന്ന് മനസ്സിലാക്കാം. അവിടെ ഒരുപാട് ഡ്യൂട്ടീസ് ഉണ്ട്. എന്താണ് ഈ പ്രിൻസിപ്പൽ ആൻഡ് ഏജന്റ് എന്ന് പറഞ്ഞിട്ട് ഈ ഏജന്റ് ഇവർക്ക് ചെയ്തു കൊടുക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്, ഡ്യൂട്ടീസ് ഉണ്ട്. അപ്പോൾ ഒരു ഏജൻസി റിലേഷൻഷിപ്പിൽ ഏജന്റ് ഈസ് വർക്കിംഗ് ഫോർ ദ പ്രിൻസിപ്പളിന് വേണ്ടിയിട്ടാണ് ഏജന്റ് വർക്ക് ചെയ്യുന്നത്. ഒരിക്കലും എന്ത് ചെയ്യരുത്, ഈ ഏജന്റ് അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്യാൻ പാടില്ല. ഫോർ എക്സാമ്പിൾ, ഈ ഡയറക്ടേഴ്സ് അവര് കമ്പനി നടത്തുന്നത് അവരുടെ സ്വാർത്ഥ ലാഭങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ ആണെങ്കിലോ അത് അവരുടെ പ്രശ്നം വരും, ഏജൻസി ഇഷ്യൂസ് വരും. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏജൻസി ഇഷ്യൂസ് എന്ന് പറയുന്ന വേർഡ്. ഷെയർ ഹോൾഡേഴ്സിന്റെ ഇൻട്രസ്റ്റിനെ പ്രയോറിറ്റൈസ് ചെയ്യാതെ ബാക്കി കാര്യങ്ങളൊക്കെ പ്രയോറിറ്റൈസ് ചെയ്യുമ്പോൾ ഷെയർ ഹോൾഡേഴ്സ് ആൻഡ് കമ്പനി തമ്മിൽ ഏജൻസി ഇഷ്യൂസ് വരുന്നുള്ളത്. ഓക്കെ. അപ്പൊ ഒരു കമ്പനീനെ നമുക്ക് എന്ത് പറയാം? ഇറ്റ്സ് സീൻ ആസ് എ സെറ്റ് ഓഫ് കോൺട്രാക്ട്സ് ബിറ്റ്വീൻ ദീസ് ഡിഫറെന്റ് ഗ്രൂപ്പ്സ്. കമ്പനി എപ്പോഴും സക്സസ് ആവുള്ളൂ എല്ലാവരും ഒരു സെയിം ഗോളിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുമ്പോഴാണ്.
ഗോൾ കോൺഗ്രുവൻസ് എന്ന് പറയും. ബിസിനസ്സിനുള്ളിൽ എല്ലാ ആൾക്കാരും ഒരു സെയിം ഗോൾ, കമ്പനിയുടെ ഒരു ഒബ്ജക്റ്റീവ് ഉണ്ടായിരിക്കും, ബിസിനസ് ഒബ്ജക്റ്റീവ്. അത് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കണം കമ്പനി ആസ് എ ഹോൾ എല്ലാവരും വർക്ക് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി ഇങ്ങനത്തെ ഏജൻസി റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ ഈ പ്രിൻസിപ്പൽ ഏജന്റ് തമ്മിൽ എന്തായാലും ബിസിനസ്സിനുള്ളിൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാകും. ഈ കോൺഫ്ലിക്റ്റിനെ തന്നെയാണ് നമ്മൾ ഏജൻസി ഇഷ്യൂസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഷെയർ ഹോൾഡേഴ്സ് പറയുന്നത്, അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സിന് ആവശ്യം എന്ന് പറയുന്നത് അവരുടെ ബിഹാഫിൽ ബെസ്റ്റ് ആയിട്ട് അവരുടെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്ട് ചെയ്യുന്ന രീതിയിൽ, ഷെയർ ഹോൾഡേഴ്സ് ഇൻട്രസ്റ്റ് പ്രൊട്ടക്ട് ചെയ്യുന്ന രീതിയിൽ ബിസിനസ് നടത്താമെന്നാണ് ഡയറക്ടേഴ്സ്. ഈ ഡയറക്ടേഴ്സ് ഷെയർ ഹോൾഡേഴ്സിന്റെ ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ കമ്പനിയുടെ ഇൻട്രസ്റ്റ് ഒഴിവാക്കിയിട്ട് അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഡിസിഷൻ ഒക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഷെയർ ഹോൾഡേഴ്സ് ഡിസാറ്റിസ്ഫൈഡ് ആയിരിക്കില്ലേ? അപ്പൊ അവർ തമ്മിൽ എന്ത് അറൈസ് ആകും? കോൺഫ്ലിക്ട് ഓഫ് ഇൻട്രസ്റ്റ് അറൈസ് ആകും. ഓക്കെ, ഇപ്പോൾ ഒരുപാട് കോൺഫ്ലിക്റ്റുകൾ അറൈസ് ആവാറുണ്ട് ഡയറക്ടേഴ്സും ഷെയർ ഹോൾഡേഴ്സും തമ്മിൽ. ഓക്കെ, ഡയറക്ടേഴ്സും ഷെയർ ഹോൾഡേഴ്സും തമ്മിൽ കോൺഫ്ലിക്ട് അറൈസ് ആവാറുണ്ട്. ഇതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ ആണ്. ആൻഡ് ഓൾസോ ഇനി നമ്മൾ ഈ ഏജൻസി തിയറി കൂടാതെ വേറൊരു വേർഡും കൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോവുകയാണ്. ദാറ്റ് ഈസ് സ്റ്റേക്ക് ഹോൾഡേഴ്സ്. ഇതും നമുക്ക് മനസ്സിലാക്കും. എന്താണ് സ്റ്റേക്ക് ഹോൾഡേഴ്സ്? ഷെയർ ഹോൾഡേഴ്സ് അല്ല, സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്താണ്? സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറയുന്നത് ഒരു കമ്പനി എടുത്തു കഴിഞ്ഞാൽ ആ കമ്പനിയിൽ ഇൻട്രസ്റ്റ് ഉള്ള ഒരുപാട് ആൾക്കാരുണ്ട്. ഒരു കമ്പനി എടുത്തു കഴിഞ്ഞാൽ ആ കമ്പനിയിൽ ഇൻട്രസ്റ്റ് ഉള്ള ഒരുപാട് ആൾക്കാരുണ്ട്. ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർ എന്ന് പറഞ്ഞാൽ എന്താ? കമ്പനി എന്ത് ചെയ്യുന്നു, കമ്പനി അവിടുത്തെ കാര്യങ്ങൾ, ഓപ്പറേഷൻസ് ഒക്കെ ഏത് രീതിയിലാണ് നടന്നു പോകുന്നത്, കമ്പനിയുടെ ഡിസിഷൻ എന്താണ്, ഓരോ കാര്യത്തിൽ എന്താണ് ചെയ്യുന്നത്, അതിലൊക്കെ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരുപാട് പാർട്ടീസ് ഉണ്ട്. കമ്പനിയുടെ കാര്യങ്ങളിൽ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരുപാട് പാർട്ടീസ് ഉണ്ട്. അവരെയാണ് നമ്മൾ എന്ത് പറയാ? സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറയുന്നത്. സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആർ ഇൻട്രസ്റ്റ് ഗ്രൂപ്പ്സ്. ഈ ഇൻട്രസ്റ്റ് ഗ്രൂപ്പ്സ് ഒക്കെ കമ്പനിയുടെ കാര്യങ്ങളെ നോക്കിയിരിക്കും. കമ്പനി ഓരോ കാര്യത്തിൽ എന്ത് ഡിസിഷൻ എടുക്കുന്നോ അതിനനുസരിച്ചിരിക്കും, അല്ലെങ്കിൽ അതിനോട് ഇൻട്രസ്റ്റഡ് ആയിരിക്കും ഈ പാർട്ടീസ്. അങ്ങനത്തെ ഒരു ഗ്രൂപ്പിനെയാണ് നമ്മൾ സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറയുന്നത്. ഒരു കമ്പനി എടുത്തു കഴിഞ്ഞാൽ കമ്പനിയിൽ ഒരുപാട് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഉണ്ട്. ഒരു ബിസിനസ് എടുത്തു കഴിഞ്ഞാൽ ബിസിനസ്സിന്റെ ഒരുപാട് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഉണ്ട്. ഈ സ്റ്റേക്ക് ഹോൾഡേഴ്സിന്റെ ഒക്കെ ആവശ്യം പലതായിരിക്കും. ഈ സ്റ്റേക്ക് ഹോൾഡേഴ്സിനൊക്കെ കമ്പനിയിൽ നിന്നുള്ള ആവശ്യം എന്തായിരിക്കും? പലതായിരിക്കും. ജസ്റ്റ് ഞാൻ കുറച്ച് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇവിടെ ഇപ്പോൾ ഒരു 6 സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ ഞാൻ കാണിച്ചിട്ടുണ്ട്. സെൻട്രൽ കമ്പനി, ഈ കമ്പനിയുടെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞിട്ട് ആദ്യം ഞാൻ പറയുന്നത് നമ്മുടെ ഇക്വിറ്റി, നമ്മുടെ ഷെയർ ഹോൾഡേഴ്സ്, നമ്മുടെ ഓണേഴ്സ് ആയിട്ടുള്ള ഷെയർ ഹോൾഡേഴ്സ്. അവരുടെ ആവശ്യം എന്താണ്? അവരുടെ വെൽത്ത് മാക്സിമൈസേഷൻ ആണ് അവരുടെ ആവശ്യം. ഷെയർ ഹോൾഡറിന്റെ വെൽത്ത് മാക്സിമൈസ് ആവണം. കമ്പനി അവരുടെ ഓപ്പറേഷൻസ് ചെയ്തിട്ട് ഷെയർ ഹോൾഡറിന്റെ വെൽത്ത് മാക്സിമൈസ് ആവണം. അതാണ് അവരുടെ ആവശ്യം. ഇനി രണ്ടാമത്തെ ഒരാൾക്കാരാണ് ഡയറക്ടേഴ്സ്. കമ്പനി എന്ന് പറയുന്നത് ഒരു ലീഗലി ഇസ് എൻ എൻറ്റിറ്റി. കമ്പനി, ആ കമ്പനിയിലുള്ള ഒരു സ്റ്റേക്ക് ഹോൾഡർ ആണ്, ഇമ്പോർട്ടൻറ്റ് സ്റ്റേക്ക് ഹോൾഡർ ഗ്രൂപ്പാണ് ദ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. അവർക്ക് അവരുടെ റെമ്യൂണറേഷൻ കിട്ടണം പ്രോപ്പറായിട്ട്. അവർക്കൊരു പവർ വേണം. അവരാണല്ലോ ബിസിനസ് കൺട്രോൾ ചെയ്യുന്നത്. അവർക്കൊരു പവർ വേണം. പിന്നെ അവർക്കൊരു എസ്റ്റീം, എനിക്ക് ആ ബിസിനസിന്റെ ഏറ്റവും അൾട്ടിമേറ്റ് ആണ് എല്ലാ കാര്യങ്ങൾക്കും. അവരാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിൽക്കുന്ന പറയുന്ന അങ്ങനത്തെ ഒരു എസ്റ്റീം, പ്രൗഡ്, അങ്ങനത്തെ കാര്യങ്ങൾ അവർക്ക് വേണം. ഒരുപാട് ആവശ്യങ്ങൾ ഉണ്ടായിരിക്കും. ഞാൻ കുറച്ച് ആവശ്യങ്ങൾ മാത്രമാണ് ഇപ്പോൾ ഇവിടെ ഇങ്ങനെ പറഞ്ഞത്. ഒരു കമ്പനിയിൽ നിന്നും എന്തൊരു ആവശ്യമുള്ള ഒരാളും ആ കമ്പനിയുടെ ഇൻട്രസ്റ്റ് ഗ്രൂപ്പിൽ പെടുന്നതാണ്. അവരെയാണ് നമ്മൾ സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറയുന്നത്. ഇനി കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസ്, അവരുടെ ആവശ്യങ്ങൾ എന്ന് പറയുന്നത് പ്രോപ്പർ ആയിട്ടുള്ള ഒരു പേയ്മെന്റ്, ഒരു ഗുഡ് വർക്കിംഗ് കണ്ടീഷൻ, അതൊക്കെയാണ് അവർക്ക് ആവശ്യം. അവർ കമ്പനിയിൽ ജോബ് ചെയ്യുന്ന ആൾക്കാരാണ്. ആ ജോബിന് ഒരു സെക്യൂരിറ്റി, അത് അവരുടെ ആവശ്യമാണ്. എംപ്ലോയീസ് എന്ന് പറയുന്ന സ്റ്റേക്ക് ഹോൾഡർ ഗ്രൂപ്പ്. ഷെയർ ഹോൾഡേഴ്സ് സ്റ്റേക്ക് ഹോൾഡർ ആണ്. ഡയറക്ടേഴ്സ് സ്റ്റേക്ക് ഹോൾഡേഴ്സിൽ വരുന്നതാണ്. എംപ്ലോയീസ് സ്റ്റേക്ക് ഹോൾഡേഴ്സിൽ വരുന്നതാണ്. ഇനി കമ്പനിയിലേക്ക് ലോൺ കൊടുത്തിട്ടുള്ള ലോൺ ക്രെഡിറ്റേഴ്സ്, ലൈക്ക് ബാങ്ക് ആണ് ഇവിടെ പറയുന്നത്. അവർക്ക് എന്താണ്? അവർക്ക് ചിലപ്പോൾ സെക്യൂരിറ്റി വേണ്ടി വരും. കമ്പനിയുടെ അസറ്റ് സെക്യൂരിറ്റി ആയിട്ട് വേണ്ടി വരും, ആ ലോണിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ അവരുടെ ആവശ്യങ്ങൾ എന്ന് പറയുന്നത് പ്രോപ്പറായിട്ട് സെക്യൂരിറ്റി കിട്ടുക, പിന്നെ അവർക്ക് കിട്ടേണ്ട ഇൻട്രസ്റ്റ് പേയ്മെന്റ്സ് ഒക്കെ ഉണ്ട്, ആ ക്യാഷ് ഫ്ലോസ് അവർ നോക്കും. പിന്നെ ലോങ് ടേം ആയിട്ട് കമ്പനിയുടെ പെർഫോമൻസ് എന്തായിരിക്കും? 5 വർഷത്തേക്കൊക്കെ ഒരു ലോൺ എടുത്താണെന്നുണ്ടെങ്കിൽ ആ ബാങ്കിന്റെ കൺസേൺ എന്താണ്? 5 വർഷം ലോങ് ടേം ആയിട്ട് 5 വർഷത്തേക്ക് കമ്പനിയുടെ പെർഫോമൻസ് എന്തായിരിക്കും? ആ 5 വർഷത്തേക്ക് ഈ കമ്പനിക്ക് ഇവർക്ക് തരാനുള്ള ഇൻട്രസ്റ്റ് റീപേയ്മെന്റ് ഒക്കെ തരാനുള്ള കപ്പാസിറ്റി ഉണ്ടായിരിക്കുമോ? അതിലേക്കൊക്കെ എന്തായിരിക്കും? ഫോക്കസ്ഡ് ആയിരിക്കും ആര്? ഈ ലോൺ ക്രെഡിറ്റേഴ്സ് എന്നൊക്കെ പറയുന്നത്. ഇനി ട്രേഡ് ക്രെഡിറ്റേഴ്സ് ഉണ്ട്. അതായത് നമ്മുടെ സപ്ലയേഴ്സ് ഒക്കെ ഈ ട്രേഡ് ക്രെഡിറ്റേഴ്സിൽ വരുന്നതാണ്. നമ്മൾ ബിസിനസ്സിന് വേണ്ടി ട്രേഡ് ചെയ്യുന്ന സമയത്ത് ബിസിനസ് ആയിട്ട് ബിസിനസ്സിന് ക്രെഡിറ്റ് കൊടുത്തു. അപ്പൊ അവർ ചിലപ്പോൾ ഒരു 1 മന്തിലേക്കൊക്കെ ആയിരിക്കും കടം കൊടുത്തിട്ടുണ്ടാവുക. അപ്പൊ അവരുടെ കൺസേൺ എന്താ? കമ്പനി
ആ പറഞ്ഞ ടൈം കഴിഞ്ഞാൽ ഇവർക്ക് തരാനുള്ള പേയ്മെന്റ് കൊടുക്കും എന്നുള്ളതൊക്കെ ആയിരിക്കും. അങ്ങനെ ഒരുപാട് സ്റ്റേക്ക് ഹോൾഡർ ഗ്രൂപ്പുകളെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ദ കമ്മ്യൂണിറ്റി ഇറ്റ് സെൽഫ് അടുത്തൊരു സ്റ്റേക്ക് ഹോൾഡർ ആണ്. നമ്മുടെ ഒരു കമ്പനി ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ കമ്പനിയുടെ അസോസിയേറ്റ് ചെയ്യുന്ന ഒരു ലോക്കൽ കമ്മ്യൂണിറ്റി ഉണ്ട്, ജനങ്ങളൊക്കെ ഉള്ള പോപ്പുലേഷനൊക്കെ ഉള്ള ഒരു കമ്മ്യൂണിറ്റി, സോഷ്യൽ ആസ്പെക്ട്. ആ കമ്മ്യൂണിറ്റി എന്താണ് ആഗ്രഹിക്കുന്നത്? ഏതൊരു കമ്പനിയും അവരവരുടെ ഓപ്പറേഷൻസ് ചെയ്യുമ്പോൾ ഒരിക്കലും ആരെ എന്ത് ചെയ്യാൻ പാടില്ല, നെഗറ്റീവ് എഫക്ട് ചെയ്യാൻ പാടില്ല. ഇപ്പൊ ഞാനൊരു മാനുഫാക്ചറിങ് കമ്പനിയാണ് റൺ ചെയ്യുന്നത്. ഇപ്പൊ എന്റെ പ്രൊഡക്ഷൻ പ്ലാന്റിൽ ഞാൻ എന്റെ പ്രൊഡക്ഷൻ പ്രോസസ്സിലൂടെ ഒരുപാട് പൊല്യൂട്ടിംഗ് ആയിട്ടുള്ള ഗ്യാസസ് ഒക്കെ എമിറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ പൊല്യൂട്ടിംഗ് ആയിട്ടുള്ള ഗ്യാസസ് എമിറ്റ് ചെയ്യുമ്പോൾ അത് ആരെ എഫക്ട് ചെയ്യുന്നത്? ഈ കമ്മ്യൂണിറ്റിനെയാണ് നെഗറ്റീവ്ലി എഫക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എന്റെ കമ്പനീന്റെ ഉള്ളിലുള്ള പോളിസീസ് ഒക്കെ എങ്ങനെയാണ് ഈ കമ്മ്യൂണിറ്റീനെ എഫക്ട് ചെയ്യുന്നത്? കമ്മ്യൂണിറ്റീനെ ഒന്നും എഫക്ട് ചെയ്യാതെ പ്രോപ്പർ ആയിട്ടായിരിക്കണം ഞാൻ എന്റെ ബിസിനസ് നടത്തി കൊണ്ടുപോകേണ്ടത് എന്നുള്ളതാണ് ആരുടെ ആവശ്യം? ഈ കമ്മ്യൂണിറ്റിയുടെ ആവശ്യം. എൻവയോൺമെന്റൽ ഇഷ്യൂസ് ഉണ്ട്, ഈ കമ്മ്യൂണിറ്റീനെ സപ്പോർട്ട് ചെയ്യണം, ഞാൻ പല കാര്യങ്ങൾക്കും കമ്മ്യൂണിറ്റീനെ സപ്പോർട്ട് ചെയ്യണം എന്നൊക്കെയാണ് അവരുടെ ആവശ്യം എന്ന് പറയുന്നത്. അപ്പോൾ സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്താണെന്നാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഒരു കമ്പനിയിൽ ഒരു കമ്പനി ചെയ്യുന്ന കാര്യങ്ങളിൽ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള പാർട്ടീസിനെയാണ് നമ്മൾ സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് ജനറലി പറയുന്നത്. സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആരാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. പിന്നെ ഈ സ്റ്റേക്ക് ഹോൾഡർ, ഇപ്പൊ ഞാൻ പറഞ്ഞ ഈ സ്റ്റേക്ക് ഹോൾഡേഴ്സ് നമുക്ക് 3 ഗ്രൂപ്പായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഇന്റേണൽ സ്റ്റേക്ക് ഹോൾഡേഴ്സ്, കണക്റ്റഡ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആൻഡ് എക്സ്റ്റേണൽ സ്റ്റേക്ക് ഹോൾഡേഴ്സ്. ഇന്റേണൽ സ്റ്റേക്ക് ഹോൾഡേഴ്സ്, കണക്റ്റഡ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആൻഡ് എക്സ്റ്റേണൽ സ്റ്റേക്ക് ഹോൾഡേഴ്സ്. ഇന്റേണൽ സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറയുന്ന പേരിൽ തന്നെ ഉണ്ട്, ബിസിനസിന്റെ ഉള്ളിലുള്ള സ്റ്റേക്ക് ഹോൾഡേഴ്സിനെയാണ്. ഒരു കമ്പനിയുടെ ഉള്ളിലുള്ള വിത്തിൻ ദ ഓർഗനൈസേഷൻ ഉള്ള സ്റ്റേക്ക് ഹോൾഡേഴ്സിനെയാണ് ഇന്റേണൽ സ്റ്റേക്ക് ഹോൾഡേഴ്സ് പറയുന്നത്. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതിൽ എംപ്ലോയീസ്, ഡയറക്ടേഴ്സ്, ഇവരൊക്കെ കമ്പനിയുടെ ഉള്ളിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. അവരൊക്കെയാണ് ഇന്റേണൽ സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറയുന്നത്. കണക്റ്റഡ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞാൽ ബിസിനസിന്റെ ഉള്ളിലല്ല, ബിസിനസിന്റെ പുറത്തുള്ളതാണ്, ബട്ട് ബിസിനസ്സുമായിട്ട് ഒരു കണക്ഷൻ ഉണ്ട്. അത് ട്രേഡ് കണക്ഷൻ ആവാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കണക്ഷൻ ആവാം. അതാണ് ഫസ്റ്റ് വൺ, ഷെയർ ഹോൾഡേഴ്സ്. ഷെയർ ഹോൾഡേഴ്സും ബിസിനസിന്റെ ഉള്ളിലുള്ള ആൾക്കാരല്ല, ബിസിനസിന്റെ പുറത്തുള്ള ആൾക്കാരാണ്, ബട്ട് ദേ ഹാവ് എ കണക്ഷൻ. എന്താണ് ഷെയർ ഹോൾഡേഴ്സും കമ്പനിയും തമ്മിലുള്ള കണക്ഷൻ? ഷെയർ ഹോൾഡേഴ്സ് ആണ് ഈ കമ്പനിയുടെ ഷെയർസ് ഹോൾഡ് ചെയ്യുന്ന, സ്റ്റോക്ക് ഹോൾഡ് ചെയ്യുന്ന, ഓണർഷിപ്പ് ഉള്ള ആ ഒരു ഗ്രൂപ്പിനെയാണ് ഷെയർ ഹോൾഡേഴ്സ് പറയുന്നത്. അവരെ ഷെയർ ഹോൾഡേഴ്സ് ഒക്കെ ഏത് ഗ്രൂപ്പിലാണ് വരിക? കണക്റ്റഡ് സ്റ്റേക്ക് ഹോൾഡേഴ്സിലാണ് വരിക. ബാങ്ക് ബിസിനസ്സിനുള്ളിലല്ല, ബട്ട് ബിസിനസ്സിന് ലോൺ കൊടുത്തു എന്ന് പറയുന്ന സിറ്റുവേഷൻ ഉണ്ട്. ബാങ്ക് കണക്റ്റഡ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആണ്. കസ്റ്റമേഴ്സ്, കമ്പനിയുടെ കസ്റ്റമേഴ്സ്, അവര് കണക്റ്റഡ് സ്റ്റേക്ക് ഹോൾഡേഴ്സിൽ വരുന്നത് ഇമ്പോർട്ടന്റ് ഗ്രൂപ്പാണ്. ഈ കസ്റ്റമേഴ്സ് എന്നൊക്കെ പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സ്റ്റേക്ക് ഹോൾഡർ ഗ്രൂപ്പാണ്. നമ്മൾ ഉണ്ടാക്കുന്ന സാധനങ്ങൾ കൺസ്യൂം ചെയ്യുന്ന ആളുകളാണ് കസ്റ്റമേഴ്സ്. അപ്പൊ അവരുടെ മുകളിൽ നമ്മുടെ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അവർക്ക് സേഫ് ആയിട്ടുള്ള, അവർ തന്ന പൈസയ്ക്ക് നല്ല വർത്ത് ആയിട്ടുള്ള പ്രൊഡക്ട്സുകൾ കൊടുക്കണം. പിന്നെ അവർക്ക് സർവീസ് ആണ് കൊടുക്കുന്നെങ്കിൽ അവർക്ക് നല്ല ക്വാളിറ്റി സർവീസ് പ്രൊവൈഡ് ചെയ്യണം എന്നുള്ളതൊക്കെയാണ് കസ്റ്റമേഴ്സിന്റെ ആവശ്യം എന്ന് പറയുന്നത്. ഓരോ സ്റ്റേക്ക് ഹോൾഡർ ഗ്രൂപ്പിലുള്ള ആവശ്യം എന്തായിരിക്കും? ഡിഫറെന്റ് ആയിരിക്കും. കസ്റ്റമേഴ്സിന്റെ ആവശ്യം ഡിഫറെന്റ് ആയിരിക്കും. ഷെയർ ഹോൾഡേഴ്സിന്റെ ആവശ്യം വെൽത്ത് മാക്സിമൈസ് ചെയ്യുക എന്നുള്ളതാണ്. ബാങ്കിന്റെ ആവശ്യം എന്ന് പറയുന്നത് പ്രോപ്പറായിട്ട് ആ ബാങ്കിന് നമ്മൾ കൊടുക്കാനുള്ള ഒരു പൊസിഷൻ കമ്പനിക്ക് ഉണ്ടാവുക എന്നുള്ളതാണ് അവരുടെ ആവശ്യം. ഓരോ സ്റ്റേക്ക് ഹോൾഡർ ഗ്രൂപ്പിനും പല പല ആവശ്യങ്ങളായിരിക്കും. ഇപ്പൊ ഞാനിവിടെ ക്ലാസിഫൈ ചെയ്യാൻ പോകുന്നത് ഈ സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ ഇന്റേണൽ എന്നും കണക്റ്റഡ് എന്നും എക്സ്റ്റേണൽ എന്നും ക്ലാസിഫൈ ചെയ്യാൻ പോവാം. ഇനി സപ്ലയേഴ്സ് പുറമെയുള്ള ആൾക്കാരാണ്, ബട്ട് കണക്റ്റഡ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആണ്. കോമ്പറ്റീറ്റേഴ്സ്, എന്റെ കമ്പനിയുടെ കോമ്പറ്റീറ്റേഴ്സ്, ഇവരെന്താണ്? കണക്റ്റഡ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആണ്. ബിസിനസ് ആയിട്ട് എന്തോ ഒരു ലീഗൽ കോൺട്രാക്ച്വൽ ഒബ്ലിഗേഷൻ, കോൺട്രാക്ച്വൽ കണക്ഷൻ ഉണ്ട്. അങ്ങനെ കണക്ഷൻ ഉള്ള പുറമെയുള്ള സ്റ്റേക്ക് ഹോൾഡേഴ്സിനെയാണ് കണക്റ്റഡ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറയുന്നത്. ഇനി അടുത്താണ് എക്സ്റ്റേണൽ സ്റ്റേക്ക് ഹോൾഡേഴ്സ്. എക്സ്റ്റേണൽ സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറയുമ്പോൾ പുറമെയുള്ള സ്റ്റേക്ക് ഹോൾഡർ ഗ്രൂപ്പാണ്, ബട്ട് ബിസിനസ്സുമായിട്ട് അങ്ങനെ ഡയറക്റ്റ് കണക്ഷൻ ഒന്നുമില്ല. ബിസിനസ്സായിട്ട് ഡയറക്റ്റ് കോൺട്രാക്ച്വൽ കണക്ഷൻ ഒന്നുമില്ല. അവരുടെ എക്സാമ്പിൾ ആണ് കമ്മ്യൂണിറ്റി, ദ ലോക്കൽ കമ്മ്യൂണിറ്റി. ഒരു സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആണ്, അവർ എക്സ്റ്റേണൽ സ്റ്റേക്ക് ഹോൾഡേഴ്സ്. ഗവൺമെന്റ് അല്ലെ, ഏതൊരു ജൂറിസ്ഡിക്ഷനിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു കമ്പനി ആണെങ്കിലും ആ കമ്പനി എല്ലാ റൂൾസും, എല്ലാ ലീഗൽ റിക്വയർമെന്റ്സും, എല്ലാ ലോസും, എല്ലാ റെഗുലേഷൻസും ഫോളോ ചെയ്തിട്ട് തന്നെയാണ് ആ കമ്പനി മുന്നോട്ട് പോകുന്നത്. ഒന്നും വയലേറ്റ് ചെയ്യുന്നില്ല, പ്രോപ്പറായിട്ട് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്, ഇപ്പൊ ടാക്സ് ഒക്കെ പ്രോപ്പറായിട്ട് അടക്കുന്നുണ്ട്. ഓക്കെ, ആ രീതിയിൽ തന്നെയാണ് എല്ലാ കമ്പനീസും നടന്നു പോകുന്നത് എന്ന് പറയുന്ന ഒരു ആവശ്യം ആർക്കുണ്ട്? ഗവൺമെന്റിനുണ്ട്. ഓക്കെ, അപ്പൊ ഗവൺമെന്റും ബിസിനസിന്റെ ഒരു ഇൻട്രസ്റ്റഡ് ഗ്രൂപ്പാണ്. ഓൾസോ നമ്മുടെ കമ്പനിക്കും
ഗവൺമെന്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ഗവൺമെന്റിന്റെ ഒരു നമ്മൾ പ്രോപ്പറായിട്ടല്ല നടന്നു പോകുന്നെങ്കിൽ ഗവൺമെന്റിന് നമ്മുടെ മുകളിൽ എന്ത് ചെയ്യാം, ഫൈൻസ്, പെനാൽറ്റി, പിന്നെ നമ്മുടെ ലൈസൻസ് കട്ട് ചെയ്യാം, അങ്ങനത്തെ കുറെ കാര്യങ്ങൾ. അപ്പൊ നമ്മുടെ ബിസിനസ്സിലേക്കും അവരെന്താണ് നല്ല രീതിയിൽ ഇമ്പാക്ട് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരാണ്. അപ്പൊ ഗവൺമെന്റിന് നമ്മൾ സ്റ്റേക്ക് ഹോൾഡർ ഗ്രൂപ്പ് എന്ന് പറയാം. അവർ എക്സ്റ്റേണൽ സ്റ്റേക്ക് ഹോൾഡർ ഗ്രൂപ്പിൽ വരുന്നതാണ്. ഇനി പ്രഷർ ഗ്രൂപ്പ്സ് ഒക്കെ ഉണ്ടായിരിക്കും. പ്രഷർ ഗ്രൂപ്പ്സിന്റെ എക്സാമ്പിൾ ആണ് ഈ എൻവിയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ്സ് ഒക്കെ ഉണ്ടല്ലോ, അവരൊക്കെ. ഇപ്പൊ നമ്മുടെ കമ്പനി ഏതെങ്കിലും രീതിയിൽ എൻവിയോൺമെന്റിന് ഇമ്പാക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ പ്രഷർ ഗ്രൂപ്പ്സ് എന്തായിരിക്കും, നമ്മുടെ കമ്പനിയിൽ ഇൻട്രസ്റ്റഡ് ആയിരിക്കും. കമ്പനി എൻവിയോൺമെന്റിനെ ഹാംഫുള്ളി ഒന്നും ചെയ്യുന്നില്ലല്ലോ എന്ന് അവർ എൻഷുർ ചെയ്യണം. ഓക്കെ, അപ്പൊ അവര് ആ കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കും. ഇതാണ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന ആ ഒരു വേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓർഗനൈസേഷൻ ഒരുപാട് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഉണ്ട്. ഓക്കെ, ഇനി ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യമാണ്, ഈ സ്റ്റേക്ക് ഹോൾഡേഴ്സിന്റെ ആവശ്യം ഒന്നല്ല. എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സിനും കമ്പനിയിൽ നിന്നും ഉള്ള ആവശ്യം ഒന്നല്ല. ദ നീഡ്സ് ഓഫ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആർ വേരിയിങ്. അപ്പൊ നമ്മൾ എന്താണ്, കമ്പനിയുടെ റെസ്പോൺസിബിലിറ്റി എന്താണെന്ന് അറിയാം, ഈ സ്റ്റേക്ക് ഹോൾഡേഴ്സിന്റെ നീഡ്സ് ഒക്കെ സാറ്റിസ്ഫൈ ചെയ്യുക എന്നുള്ളതാണ്. ഈ സ്റ്റേക്ക് ഹോൾഡേഴ്സിന്റെ നീഡ്സ് ഒക്കെ പ്രോപ്പർ ആയിട്ട് സാറ്റിസ്ഫൈ ചെയ്യുക എന്നുള്ളത് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ എ കമ്പനി ടു അഡ്രസ് the issues or address the needs of several stakeholders. കമ്പനിയുടെ സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ മനസ്സിലാക്കിയിട്ട് ആ സ്റ്റേക്ക് ഹോൾഡേഴ്സിന്റെ ആവശ്യം എന്താണെന്നുള്ളത് പ്രോപ്പറായിട്ട് മനസ്സിലാക്കിയിട്ട് അത് ചെയ്തു കൊടുക്കുക എന്നുള്ളത്, അവരെ സാറ്റിസ്ഫൈ ചെയ്ത് നിർത്തുക എന്നുള്ളത് എന്താണ്, എല്ലാ കമ്പനീസിന്റെയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റെസ്പോൺസിബിലിറ്റിയാണ്. ബട്ട് അത് ചെയ്യുന്ന സമയത്ത് കോൺഫ്ലിക്റ്റുകൾ അറൈസ് ആകും. സ്റ്റേക്ക് ഹോൾഡേഴ്സ് തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് അറൈസ് ആകും. സ്റ്റേക്ക് ഹോൾഡർ കോൺഫ്ലിക്റ്റ് എന്നാണ് അതിന് പറയാം. സ്റ്റേക്ക് ഹോൾഡർ കോൺഫ്ലിക്റ്റ് എന്നാണ് അതിനെ പറയാം. ഈ സ്റ്റേക്ക് ഹോൾഡർ കോൺഫ്ലിക്ട്സ് അറൈസ് ആകും. ജസ്റ്റ് ഫോർ എക്സാമ്പിൾ ഇത്ര പറഞ്ഞോളൂ. ഇപ്പൊ നമ്മൾ പൊല്യൂഷൻ റെഡ്യൂസ് ചെയ്യണം. അത് ആരുടെ ആവശ്യമാണ്? കമ്മ്യൂണിറ്റിയുടെ ആവശ്യമാണ്. കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ പ്രഷർ ഗ്രൂപ്പിന്റെ ആവശ്യമാണ്. നമ്മുടെ കമ്പനി എൻവയോൺമെന്റിനെ പൊല്യൂട്ട് ചെയ്യുന്നത് നമ്മൾ മാക്സിമം റെഡ്യൂസ് ചെയ്യണം എന്നുള്ളത്. ഇപ്പൊ പൊല്യൂട്ട് ചെയ്യുന്നത് റെഡ്യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ പ്രൊഡക്ഷൻ പ്രോസസ്സിൽ അതിനനുസരിച്ചുള്ള ടെക്നോളജീസ് കൊണ്ടുവരണം. ഓക്കെ, വേസ്റ്റിനെ ട്രീറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. അപ്പൊ അതിനൊക്കെ എക്സ്ട്രാ കോസ്റ്റ് ഇൻകർ ആവുകയാണ്. ആ കോസ്റ്റ് ഇൻകർ ആകുമ്പോൾ പ്രോഫിറ്റ് എന്താകും? കുറയും. അപ്പോൾ പൊല്യൂഷൻ റെഡ്യൂസ് ചെയ്യാന്ന് പറയുന്ന കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ പ്രഷർ ഗ്രൂപ്പിന്റെ ആ ഗോള് നമ്മൾ സാറ്റിസ്ഫൈ ചെയ്ത് കൊടുക്കുമ്പോൾ കോസ്റ്റ് കൂടുമ്പോൾ പ്രോഫിറ്റ് കുറയുമ്പോൾ അത് ഷെയർ ഹോൾഡേഴ്സിന്റെ വെൽത്ത് നിന്നാണ് അത് പോകുന്നത്. അപ്പൊ ഷെയർ ഹോൾഡേഴ്സിന്റെ വെൽത്ത് മാക്സിമൈസ് ചെയ്യാന്ന് മാത്രമാണ് നമ്മുടെ ഫോക്കസ് എങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഈ പൊല്യൂഷൻ ഒന്നും കണക്കാക്കൂല. പൊല്യൂഷൻ കണക്കാക്കാത്ത സമയത്ത് ആർക്ക് ഡിസഡ്വാൻറ്റേജ് ആകും? ഈ ഒരു പ്രഷർ ഗ്രൂപ്പ്സ് അല്ലെങ്കിൽ കമ്മ്യൂണിറ്റീന്റെ ആവശ്യം എന്താകും? നമ്മൾ കോംപ്രമൈസ് ചെയ്യും. അപ്പോൾ ഇതാ പറയുന്നത്. അപ്പോൾ ഇവരെ ഈ പല സ്റ്റേക്ക് ഹോൾഡർ ഗ്രൂപ്പിന്റെയും നീഡുകൾ എന്താണ്? അങ്ങോട്ടും ഇങ്ങോട്ടും കോൺഫ്ലിക്റ്റിംഗ് ആണ്. ഇപ്പൊ വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ കസ്റ്റമർ വി എസ് ഷെയർ ഹോൾഡർ പറയാം. കസ്റ്റമർ വി എസ് ഷെയർ ഹോൾഡർ എന്ന് പറയുമ്പോൾ കസ്റ്റമറുടെ ആവശ്യം എന്താണ്? ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി പ്രൊഡക്റ്റ് കൊടുക്കുക എന്നുള്ളതാണ്. ഈ ബെസ്റ്റ് ക്വാളിറ്റി പ്രൊഡക്റ്റ് കൊടുക്കുമ്പോൾ അതിന്റെ കോസ്റ്റ് കൂടുമ്പോൾ പ്രോഫിറ്റ് കുറയുന്നത് ഷെയർ ഹോൾഡറിന്റെ എന്താണ് ആവശ്യം എന്താണോ വെൽത്ത് മാക്സിമൈസ് ചെയ്യുക എന്നുള്ളതിൽ അത് കുറയാണ്. അപ്പൊ അതാ പറയുന്നത് കോൺഫ്ലിക്ട് ഉണ്ടാകും. ഷെയർ ഹോൾഡേഴ്സ് തമ്മിൽ കോൺഫ്ലിക്ട് ഓഫ് ഇൻട്രസ്റ്റുകൾ ഉണ്ടാകും. ഈ ഓരോ സ്റ്റേക്ക് ഹോൾഡേഴ്സിന്റെയും ഇൻട്രസ്റ്റുകൾ തമ്മിൽ എന്തുണ്ടാകും? കോൺഫ്ലിക്ട് അറൈസ് ആകും എന്നുള്ളത് ജസ്റ്റ് ഒന്ന് മനസ്സിലാകും. ഓക്കെ, ഇനി മോഡേൺ കോർപ്പറേറ്റ് ഗവേണൻസ് അല്ലെങ്കിൽ ഒരു കോർപ്പറേറ്റ് ഗവേണൻസിനെ കുറിച്ച് പറയുന്നുണ്ട്. അതിനെ കുറിച്ച് ഞാൻ പറയാട്ടോ, താഴെ പറയുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ ഉള്ള കമ്പനി റൺ ചെയ്യേണ്ടത് കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന് പറയുമ്പോൾ ഇത്രയേ ഉള്ളൂ. ഇത്ര മനസ്സിലാക്കിയാൽ മതി. എങ്ങനെയാണ് ഒരു കമ്പനി ഡയറക്റ്റ് ചെയ്ത് കൊണ്ടു നടക്കുന്നത്? ഡയറക്ടേഴ്സ് ആണല്ലോ കമ്പനി ഡയറക്റ്റ് ചെയ്ത് കൺട്രോൾ ചെയ്ത് കൊണ്ടു നടക്കുന്നത്. എങ്ങനെയാണ് ഒരു ബിസിനസ് നടത്തി കൊണ്ടുപോകേണ്ടത് അതിനെക്കുറിച്ച് പറയുന്നതിനെയാണ്, സെറ്റ് ഓഫ് പ്രിൻസിപ്പിൾസ് ഒക്കെ പറയുന്നതിനെയാണ് കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഒരു കമ്പനി നടത്തിക്കൊണ്ടു പോകുമ്പോൾ ഈ ഡയറക്ടേഴ്സ് പ്രോപ്പറായിട്ട് കമ്പനി നടത്തിക്കൊണ്ടു പോകുന്നില്ല എന്നുള്ളത് വലിയൊരു റിസ്ക് ആണ്. അപ്പോൾ എങ്ങനെയാണ് നല്ല രീതിയിൽ ഒരു കമ്പനി ഡയറക്റ്റ് ചെയ്ത് കൺട്രോൾ ചെയ്ത് കൊണ്ടുപോവേണ്ടത് എന്നതിനെ കുറിച്ച് പറയുന്ന ഒരു സെറ്റ് ഓഫ് പ്രിൻസിപ്പിൾസ്, ഒരു ഫ്രെയിംവർക്ക് ആണ് കോർപ്പറേറ്റ് ഗവേണൻസ് ഫ്രെയിംവർക്ക് എന്ന് പറയുന്നത്. ഓഡിറ്റിലൊക്കെ നിങ്ങൾ പഠിക്കും. BT ഒക്കെ കഴിഞ്ഞ ആൾക്കാരാണെങ്കിൽ അതിലൊക്കെ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ട്. അപ്പൊ കോർപ്പറേറ്റ് ഗവേണൻസ് പറയുന്നത് ഡയറക്ടേഴ്സ് ആരെ മാത്രം കെയർ ചെയ്താൽ പോരാ, ഷുഡ് കെയർ അബൌട്ട് മോർ ദാൻ ജസ്റ്റ് ഷെയർ ഹോൾഡേഴ്സ്. ഷെയർ ഹോൾഡേഴ്സിനെ മാത്രം കെയർ ചെയ്താൽ പോരാ. പണ്ടൊക്കെ അങ്ങനെയായിരുന്നു. നമ്മുടെ ഓണേഴ്സ് എന്താണോ അവരെ മാത്രം കെയർ ചെയ്യുക, അവർക്ക് മാക്സിമം റിട്ടേൺ ഉണ്ടാക്കി കൊടുക്കുക. അവർക്ക് മാക്സിമം റിട്ടേൺ ഉണ്ടാക്കി കൊടുക്കുന്ന സമയത്ത് കമ്പനി എന്താണ്, ബാക്കി പല കാര്യങ്ങളും എന്ത് ചെയ്യും? കോംപ്രമൈസ് ചെയ്യും. അത് സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടാകും.
മെയിൻലി പറയുകയാണെങ്കിൽ സീരിയസ് എൻവയോൺമെന്റൽ ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവുന്ന സമയത്ത് നമ്മൾ എൻവയോൺമെന്റൽ ഇഷ്യൂസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ കമ്മ്യൂണിറ്റി നമ്മളെതിരാകും, പ്രഷർ ഗ്രൂപ്പ്സ് നമുക്കെതിരാകും, ഗവൺമെന്റ് നമുക്കെതിരാകും. അങ്ങനെ കമ്പനി ചിലപ്പോൾ അടച്ചുപൂട്ടേണ്ട സിറ്റുവേഷൻ വരെ വരും. അതാ പറയുന്നത്, ഒരു കമ്പനി നല്ല രീതിയിൽ നടത്തി കൊണ്ടുപോകുമ്പോൾ ആ കമ്പനി ദാറ്റ്സ് ഡയറക്ടേഴ്സ് അവരാരെ കെയർ ചെയ്യണം? ഷെയർ ഹോൾഡേഴ്സിനെ അല്ലാതെ ബാക്കി കാര്യങ്ങളും കൂടെ നോക്കണം. ഓക്കെ, അപ്പൊ അത് പറയുന്ന ഇത്രയേ ഉള്ളൂ. ദേ ഷുഡ് ആക്ട് റെസ്പോൺസിബിലിറ്റി ടുവേർഡ്സ് ക്രെഡിറ്റേഴ്സ്. വേറെ ആൾക്കാരാണ് ക്രെഡിറ്റേഴ്സ്. നമ്മുടെ ക്രെഡിറ്റേഴ്സ് ഇല്ലേ, ബാക്കി നമുക്ക് ക്രെഡിറ്റ് എന്ന ആൾക്കാരില്ലേ, അവർക്ക് പ്രോപ്പറായിട്ട് പേയ്മെന്റ് കൊടുക്കുന്ന കാര്യത്തിൽ നമ്മൾ നെഗ്ലിജൻസ് വരുത്താൻ പാടില്ല. എംപ്ലോയീസിന് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കണം. എംപ്ലോയീസിന്റെ, നമ്മുടെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന് സേഫ് ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് ആണെന്ന് എൻഷുർ ചെയ്യണം. അവരുടെ ഹെൽത്തിനെ നെഗറ്റീവ്ലി ഒന്നും എഫക്ട് ചെയ്യുന്നില്ല. നമ്മുടെ കമ്പനിയിൽ പണിയെടുക്കുന്നതുകൊണ്ട് അവരുടെ ഹെൽത്തിനെ നെഗറ്റീവ്ലി എഫക്ട് ചെയ്യുന്നില്ല എന്നുള്ളത് നമ്മൾ എൻഷുർ ചെയ്യണം. അങ്ങനെ ഓരോ സ്റ്റേക്ക് ഹോൾഡർ ഗ്രൂപ്പിനും അതിനനുസരിച്ചുള്ള ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടായിരിക്കണം കമ്പനി റൺ ചെയ്യേണ്ടത് എന്നുള്ള ഒരു സംഭവമാണ് ഇവിടെ ഞാൻ പറയുന്നത്. ഇനി സൊസൈറ്റിനെ കുറിച്ച് പറയുന്ന സമയത്ത്, സൊസൈറ്റി എന്ന് പറയുന്നതിൽ കമ്മ്യൂണിറ്റി ഗ്രൂപ്പ്, അവർക്ക് വേണ്ടിയിട്ട് സോഷ്യൽ ആയിട്ടുള്ള കുറെ ആക്ടിവിറ്റീസ് നമ്മൾ ചെയ്യണം. സോഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്സ് എന്ന് പറയുമ്പോൾ CSR ആക്ടിവിറ്റീസ് എന്നൊക്കെ പറയും. കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയാം. നിങ്ങൾ പല സ്ഥലങ്ങളിലും കണ്ടിട്ടുണ്ടായിരിക്കും. പല കമ്പനീസും അവരുടെ CSR ഇനീഷ്യേറ്റീവ് ആയിട്ട് പല കാര്യങ്ങളും ചെയ്യുന്നു. കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ പറയാം. ഓക്കെ, കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ആസ് എ കമ്പനി എനിക്ക് സൊസൈറ്റിനോട് ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അതിന്റെ ഭാഗമായിട്ട് എനിക്ക് പല കാര്യങ്ങളും ചെയ്തു കൊടുക്കേണ്ടി വരും. കമ്മ്യൂണിറ്റിയിൽ എന്തെങ്കിലും ആക്ടിവിറ്റീസ് നടത്തുക, അല്ലെങ്കിൽ അപ്പോൾ കമ്പനി ഇനീഷ്യേറ്റീവ് എടുത്ത് ഇറങ്ങിയിട്ട് നമ്മുടെ ചിലപ്പോൾ വേസ്റ്റ് മാനേജ്മെന്റ് ഒക്കെ ചെയ്യുന്നുണ്ടാകും. ഇതൊക്കെ എന്താ? ആ കമ്പനി ലാഭം ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളല്ല, സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് ആ കമ്പനി ചെയ്തു കൊടുക്കുന്ന കാര്യങ്ങളാണ്. അതിനെയാണ് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്നൊക്കെ പറയും. ഇനി സോഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യണം, പിന്നെ പൊല്യൂഷൻ കുറയ്ക്കാം, എൻവയോൺമെന്റിനെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളത് കമ്പനിയുടെ റെസ്പോൺസിബിലിറ്റിയാണ്, അതും ചെയ്യണം. ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് ആരെയാണ് നെഗറ്റീവ്ലി എഫക്ട് ചെയ്യുക? ഷെയർ ഹോൾഡേഴ്സിനെയാണ്. ഷെയർ ഹോൾഡേഴ്സിനെ നെഗറ്റീവ്ലി എഫക്ട് ചെയ്യുമ്പോൾ റിട്ടേൺസ് കുറയും. അപ്പോൾ അതാ പറയുന്നത്, നമ്മൾ ഒരിക്കലും ആരെ മാത്രം പ്രയോറിറ്റൈസ് ചെയ്യരുത്, ഷെയർ ഹോൾഡേഴ്സിനെ മാത്രം പ്രയോറിറ്റൈസ് ചെയ്യരുത്. സോ ദ കോർപ്പറേറ്റ് ഗോൾ എന്ന് പറയുന്നത് എപ്പോഴും സാറ്റിസ്ഫൈസിങ് ആയിരിക്കും. നമ്മൾ ഇതിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു, മാക്സിമൈസിങ് അല്ല. മാക്സിമം റിട്ടേൺ കൊടുക്കുക എന്നുള്ളത് പോസിബിൾ അല്ല. മാക്സിമം റിട്ടേൺ കൊടുക്കുക എന്ന് പറയുമ്പോൾ എല്ലാം ഒഴിവാക്കിയിട്ട് വേണം മാക്സിമം റിട്ടേൺ കൊടുക്കാൻ വേണ്ടിയിട്ട്. അതല്ല, ഒരു സാറ്റിസ്ഫാക്ടറി റിട്ടേൺ കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ എന്ത് ചെയ്യാം, നോട്ട് മാക്സിമം, സാറ്റിസ്ഫാക്ടറി റിട്ടേൺ കൊടുക്കുക എന്നുള്ളത്. അപ്പൊ നമുക്ക് എപ്പോഴും സാറ്റിസ്ഫൈസിങ് എന്നുള്ളതായിരിക്കും നമ്മുടെ എപ്പോഴും ഒബ്ജക്റ്റീവ്. ഓക്കെ, അപ്പോൾ ഷെയർ ഹോൾഡേഴ്സിനുള്ള റിട്ടേൺ കുറച്ചിട്ട് ഇതൊക്കെ ചെയ്യാന്ന് പറയുമ്പോൾ ഷെയർ ഹോൾഡേഴ്സ് ഡിസാറ്റിസ്ഫൈഡ് ആയിരിക്കില്ലേ? ഷെയർ ഹോൾഡേഴ്സ് ഇൻവെസ്റ്റ് ചെയ്യില്ലല്ലോ എന്നൊക്കെ പറയും. ബട്ട് ഷെയർ ഹോൾഡേഴ്സിന് ഇതൊക്കെ അറിയാം. ഒരു കമ്പനി അവരുടെ റിട്ടേൺ മാത്രം, അവർക്കുള്ള റിട്ടേൺ മാത്രം ഫോക്കസ് ചെയ്തിട്ട് കമ്പനി ഓപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കമ്പനി കൂടുതൽ കാലം നിലനിൽക്കൂല. കമ്പനി എന്ത് ചെയ്യും? എൻവയോൺമെന്റിനെ പൊല്യൂട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളവരൊക്കെ അവർക്കെതിരെ വന്നിട്ട് കമ്പനി പൊട്ടിക്കും. അപ്പൊ അതാ പറയുന്നത്. അപ്പൊ ഇൻവെസ്റ്റേഴ്സ് ഒക്കെ എന്താ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്? ലോവർ റിട്ടേൺസ് ഒക്കെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. എത്തിക്കൽ ആയിട്ടുള്ള ഇൻവെസ്റ്റേഴ്സ്, ഇതൊക്കെ അറിയുന്ന ഇൻവെസ്റ്റേഴ്സ്, ഇതൊക്കെ അറിയുന്ന ഷെയർ ഹോൾഡേഴ്സ് എന്താണ്, അവർക്ക് റിട്ടേൺസ് കുറഞ്ഞാലും പ്രശ്നമില്ല, കമ്പനി ലോങ് ടേമിലേക്ക് എന്താണ് സസ്റ്റെയിൻ ചെയ്യണം എന്നാണ്. അപ്പൊ കമ്പനിയുടെ എത്തിക്കൽ പ്രാക്ടീസ്, കമ്പനി നല്ല കാര്യങ്ങളാണ് ചെയ്യുന്നതെങ്കിൽ അത് കാരണം കൊണ്ട് റിട്ടേൺസ് കുറഞ്ഞാലും ആർക്ക് പ്രശ്നമില്ല? ഈ ഷെയർ ഹോൾഡേഴ്സിന് പ്രശ്നമില്ല എന്നുള്ളതാണ് ഇപ്പോഴുള്ള ഒരു അവസ്ഥ. ഓക്കെ, സോ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഇത്ര കാര്യങ്ങളാണ് പറയുന്നത്. സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്താന്ന് പറഞ്ഞു, ഏജൻസി റിലേഷൻഷിപ്പും എന്താന്ന് നമ്മൾ പറഞ്ഞു. ഓക്കെ, അപ്പൊ ഇത് നല്ല രീതിയിൽ മനസ്സിലാക്കാൻ നമ്മൾ ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത വീഡിയോയിൽ ഇതിന്റെ ബാക്കി പറയാം. ഓക്കെ.